പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജനുവരി 30 വെള്ളിയാഴ്ച. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവ് നീ ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെന്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അനുഗത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ നിന്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ, പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സംഭവത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, നിന്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവവൈതലെ നീ പോകുന്നു. എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ.